എല്ലാവർക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. കണ്ടില്ലേ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് PRD ഇറക്കിയ പരസ്യവാചകമാണ് ടാഗ് ലൈൻ. സുവർണകാലത്തിന്റെ കയ്യൊപ്പുമായി നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാർ. 2016 ഫെബ്രുവരി 26 സകല പത്രങ്ങളും പ്രസിദ്ധീകരിച്ച പരസ്യത്തിലെ ടാഗ് ലൈൻ. ഈ ടാഗ് ലൈനിൽ UDF സർക്കാരിന്റെ അവസാന കാലത്ത് തുടർച്ചയായ പരസ്യങ്ങൾ PRD ഇറക്കിയിരുന്നു. അതിലൊന്നാണിത്. ആ കാലം സുവർണകാലമായിരുന്നു എന്നല്ല നാം ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. PRD അടുത്ത കാലത്ത് ഇറക്കിയ ഒരു ജാക്കറ്റ് പരസ്യം വലിയ വിവാദമായിരുന്നല്ലോ. ആ പരസ്യത്തിനെതിരെ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഹൈക്കോടതിയിൽ ഒരു പൊതുതാൽപര്യ ഹർജി നൽകിയിരുന്നു. ആ ഹർജിയുടെ 10ാമത്തെ പാരഗ്രാഫാണ് സ്ക്രീനിൽ കാണുന്നത്. അതിലിങ്ങനെ വായിക്കാം: ഭരണഘടനാപരമായി അംഗീകരിക്കപ്പെട്ട കേരള സർക്കാർ എന്ന പേരിന് പകരം സർക്കാർ നേട്ടങ്ങളെ ആവർത്തിച്ച് പിണറായി സർക്കാർ എന്ന് വിശേഷിപ്പിക്കുന്നത് ഭരണത്തെ വ്യക്തികേന്ദ്രമാക്കുന്നതിനും കേരള സർക്കാർ എന്നതിനേക്കാൾ പിണറായി സർക്കാരിന്റെ നേട്ടങ്ങളായി ചിത്രീകരിക്കുന്നതിലൂടെ വിവാദമായ പരസ്യം ഒരു ഭരണഘടനാപരമായ ഭരണ നടപടിയെ വ്യക്തികേന്ദ്രീകൃതമായ ഒരു രാഷ്ട്രീയ വിവരണമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നികുതി പണം ഉപയോഗിച്ച് വ്യക്തികളായ നേതാക്കളുടെ പേരിൽ രാഷ്ട്രീയ ബ്രാൻഡിംഗ് നടത്താൻ പൊതുസ്ഥാപനങ്ങളെ ഉപയോഗിക്കാനാവില്ല. ഇതാണ് മുഹമ്മദ് ഷിയാസിന്റെയും കോൺഗ്രസിന്റെയും VD സതീശന്റെയും വാദം. ഇവിടെ പരാമർശിക്കപ്പെട്ട ജാക്കറ്റ് പരസ്യത്തിൽ 1ഉം 2ഉം പിണറായി സർക്കാരുകൾ എന്നച്ചടിച്ചതാണ് ഹർജിക്കാരെയും UDFനെയും പ്രകോപിപ്പിച്ചത്. അതും കുഞ്ഞക്ഷരങ്ങളിൽ. പിണറായി സർക്കാർ എന്ന് അങ്ങനെ പരസ്യത്തിൽ എഴുതിയത് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പൊ UDFന്റെ ഭരണകാലത്ത് PRD പരസ്യങ്ങളിൽ ഉമ്മൻചാണ്ടി സർക്കാർ എന്ന് മൾട്ടി കളറിൽ വെണ്ടയ്ക്ക വലിപ്പത്തിൽ ഉപയോഗിച്ചതോ? കേരള സർക്കാർ എന്നല്ലല്ലോ ആ പരസ്യത്തിലുള്ളത്. ഉമ്മൻചാണ്ടി സർക്കാർ എന്ന് തന്നെയായിരുന്നു ടാഗ് ലൈൻ. ഇത് വ്യക്തികളുടെ പേരിൽ നടക്കുന്ന രാഷ്ട്രീയ ബ്രാൻഡിംഗ് അല്ലേ? അതോ ചാണ്ടി സാറിന് അടുപ്പിലും PRDയിലും ഒക്കെ ആകാം, അതിൽ തെറ്റില്ലെന്നാണോ? പിണറായി സർക്കാർ എന്ന് മിണ്ടാനേ പാടില്ല. ഇതെന്തൊരു ലോജിക്കാണ്? ഇത് രണ്ടും താരതമ്യം ചെയ്ത് നോക്കൂ. ഒരു പരസ്യത്തിന്റെ ഏറ്റവും അടിയിൽ ഒരു വരിയിൽ വളരെ ചെറിയ അക്ഷരത്തിൽ പിണറായി സർക്കാർ എന്ന് പ്രയോഗിച്ചതാണ് കോൺഗ്രസിനെയും VD സതീശനെയും ഒക്കെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇത്തരം പരസ്യങ്ങൾ വ്യക്തികളുടെ പേരിൽ നടക്കുന്ന രാഷ്ട്രീയ ബ്രാൻഡിംഗ് ആണെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും അത് നടക്കാൻ പാടില്ലല്ലോ. UDFന്റെ കാലത്ത് ഉമ്മൻചാണ്ടി ചെയ്തതോ? PRDയെ കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ സുവർണകാലത്തിന്റെ കയ്യൊപ്പുമായി ഉമ്മൻചാണ്ടി സർക്കാർ എന്ന ടാഗ് ലൈൻ ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് ചെലവഴിച്ച് കേരളത്തിലെ മാധ്യമങ്ങളിൽ പരസ്യം ചെയ്തൊരു കാലം UDFനുണ്ടല്ലോ. കേരള സർക്കാർ എന്നതിന് പകരം വ്യക്തികളുടെ പേരിൽ, പിണറായി വിജയന്റെ പേരിലോ മറ്റേതെങ്കിലും വ്യക്തിയുടെ പേരിലോ സർക്കാർ എന്ന് ചേർത്ത് പരസ്യം ചെയ്യുന്നത് വ്യക്തിപരമായ രാഷ്ട്രീയമായ ബ്രാൻഡിംഗ് ആണ് എന്ന് കോടതിയിൽ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ കോൺഗ്രസിന്റെ ഭരണകാലത്ത് UDFന്റെ ഭരണകാലത്ത് അങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ. അത് ചെയ്തിട്ട് നിങ്ങൾ ഇന്നിങ്ങനെ പറയുന്നതിന് എന്ത് ന്യായമാണുള്ളത്? അവിടെ കൊണ്ടും തീർന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ പരസ്യങ്ങളിൽ മോഡി സർക്കാർ എന്ന് ധാരാളമായി പ്രയോഗിക്കുന്നുണ്ട്. ആ പരസ്യങ്ങൾക്കെതിരെ ഒരു പരാതിയും കോൺഗ്രസുകാർ കൊടുക്കുന്നില്ലല്ലോ, ഒരു കോടതിയിലേക്കും പോകുന്നില്ലല്ലോ. ദാ ഈ പരസ്യം നോക്കൂ. മോഡി ഗവൺമെന്റ്സ് ഗ്യാരണ്ടി എന്നാണ് പരസ്യം. ആ പരസ്യം കൊടുത്തത് മിനിസ്ട്രി ഓഫ് ഫാമിലി ഹെൽത്ത് ആൻഡ് വെൽഫെയർ. 1ഉം 2ഉം പിണറായി സർക്കാർ എന്ന് എഴുതിയതുപോലെ കുഞ്ഞക്ഷരങ്ങളിലല്ല ഈ പരസ്യം, നല്ല മുഴുത്ത അക്ഷരങ്ങളിൽ. ഏതെങ്കിലും കോൺഗ്രസ് നേതാവിനോ UDF നേതാവിനോ ഈ പരസ്യത്തിനെതിരെ വല്ല പരാതിയുണ്ടോ? ആരെങ്കിലും കോടതിയിൽ പോയിട്ടുണ്ടോ? ഇനി ഇതാ ഹിന്ദി പരസ്യം: ആധുനിക കൃഷി സമൃദ്ധ കിസാൻ മോഡി സർക്കാർ കി ഗ്യാരണ്ടി. രാജ്യത്ത് എവിടെയും കോൺഗ്രസിന് പ്രതിഷേധമില്ലല്ലോ, പരാതിയില്ലല്ലോ ഇങ്ങനെ മോഡി സർക്കാർ എന്ന് ആവർത്തിച്ച് പ്രയോഗിക്കുന്നതിനെതിരെ. അപ്പൊ പ്രശ്നം ഇത്രയേ ഉള്ളൂ. കേന്ദ്ര സർക്കാരിന്റെ പരസ്യങ്ങളിൽ മോഡി സർക്കാർ എന്ന് എഴുതാം, കോൺഗ്രസുകാർക്ക് പരാതിയില്ല. ഇനി അവർ തന്നെ അധികാരത്തിലിരിക്കുമ്പോൾ മൾട്ടി കളറിൽ ഉമ്മൻചാണ്ടി സർക്കാർ എന്ന പരസ്യവാചകം PRDയെ കൊണ്ട് ഇറക്കിക്കും, കോടിക്കണക്കിന് രൂപ കൊടുത്തത് പരസ്യം ചെയ്യിക്കും. പക്ഷെ എവിടെയെങ്കിലും പിണറായി സർക്കാർ എന്ന് എഴുതിയാൽ അവരുടെ സ്വഭാവം മാറും. പിന്നെ കോടതിയായി, കേസായി, പൊതുതാൽപര്യ ഹർജിയായി, വിവാദമായി. ഇതെന്ത് കഥയാണ് സർ? അപ്പൊ എങ്ങനെയാണ് ഉമ്മൻചാണ്ടി സർക്കാർ എന്ന പരസ്യവാചകമുള്ള ആ പരസ്യത്തിന്റെ കാശ് KPCC ഓഫീസിൽ നിന്ന് കൊടുത്ത് കോൺഗ്രസ് കേരളത്തിന് മാതൃകയാകുമോ? മോദി സർക്കാർ എന്ന് കേന്ദ്ര സർക്കാരിന്റെ പരസ്യങ്ങളിൽ പറയുന്നതിനെതിരെ പൊതുതാൽപര്യ ഹർജിയുമായി അവർ കേരള ഹൈക്കോടതിയിലേക്ക് ഓടുമോ? VD സതീശൻ മോദിക്കെതിരെ വാതുറക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രിയപ്പെട്ടവരെ, NBKerala.com എന്ന സൈറ്റ് സന്ദർശിക്കാൻ മറക്കല്ലേ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബുള്ളറ്റ് കേരളയ്ക്ക് പ്രതിമാസം 100 രൂപ വീതം ഓട്ടോ പേ ചെയ്യാനുള്ള സംവിധാനം, ഗൂഗിൾ പേ വഴി ഓട്ടോ പേ ചെയ്യാനുള്ള സംവിധാനം ആ സൈറ്റിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദയവായി NBKerala.com എന്ന സൈറ്റ് സന്ദർശിക്കുക, ഞങ്ങളെ സഹായിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.